കുഴി ദം ബിരിയാണി എന്ന് കേട്ടപ്പോഴേ അതെന്താണപ്പാന്ന് അറിയാൻ വേണ്ടി പോയതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ആലപ്പുഴയിൽ തന്നെയുള്ളൊരു ചേട്ടനാണ് കേട്ടോ ഞങ്ങളടുത്ത് പറഞ്ഞത് അവിടെ പോയിട്ട് കുഴി ദം ബിരിയാണി എന്തായാലും കഴിക്കണം, നല്ലതാണ്, അതിൻ്റെ കൂടെയുള്ള ഡേറ്റ്സ് പിക്കിൾ ഭയങ്കര രസമാണ്. ഇവരുടെ മെനുവിലെ മസ്റ്റ് ട്രൈ ഐറ്റംസിനകത്ത് ഈ കുഴി ദം ബിരിയാണി ഉണ്ടായിരുന്നേ. പിന്നെ എന്തെങ്കിലും വെറൈറ്റി കൂടെ ഓർഡർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അൽഫസ്ലൂഫ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അൽഫസ്ലൂഫ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണെന്ന് കേട്ടോ തോന്നുന്നത്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അതിൻ്റെ ഹിസ്റ്ററിയും റെസിപ്പിയൊക്കെ അറിയാനായിട്ട്. പക്ഷേ അത് ഇവിടെ ക്രിയേറ്റ് ആയതെന്നാട്ടോ എനിക്ക് ആൻസർ കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിരിക്കണമെന്നാണ്. ഇതിൻ്റെ മാരിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു ക്രീമി മാരിനേഷനാണ്. അപ്പോൾ അതിനെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പുറമേ ക്രിസ്പിനെസ്സും ഉള്ളിൽ ചെറിയ ക്രീമിനെസ്സും പിന്നെ ആ ഒരു ചിക്കനും കൂടെയൊക്കെ വരുമ്പോഴത്തേനും നല്ല രസമാണ്. എനിക്ക് ചെസ് പീസാണ് കിട്ടിയത്. പൊതുവെ എനിക്ക് ചെസ് പീസ് അങ്ങനെ ഇഷ്ടമല്ല, ലെഗിൻ്റെ പോർഷനാണ് എനിക്ക് ഇഷ്ടം. ചെസ് പീസ് മോസ്റ്റ്ലി ഡ്രൈ ആയിരിക്കുമല്ലോ, പക്ഷേ ഈ ഒരു മാരിനേഷനിൽ ആ ഒരു പീസ് നല്ലതായിരുന്നു. പിന്നെ നോർമലി നമ്മൾ അൽഫാം മേടിക്കുമ്പോഴത്തേനും കുബൂസും സാലഡും മയനേസും ഒക്കെ കിട്ടുമല്ലോ, അതേ കണക്ക് ഇതിൻ്റെ കൂടെ 2 കുബൂസും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുബൂസും മയനേസും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ചില സമയത്ത് എനിക്ക് ക്രേവിങ് തോന്നാറുണ്ട് ഇത് രണ്ടും മാത്രമായിട്ട് കഴിക്കാനായിട്ട്. അൽഫാമൊക്കെ കഴിക്കാൻ പോയാലും ഞാൻ ഈ ചിക്കനൊന്നും അധികം അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, ആ കുബൂസും മയനേസും ആയിരിക്കും കൂടുതൽ കഴിക്കുക. പിന്നെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു ഈ കുഴിദം ബിരിയാണി കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെയുള്ള ഡേറ്റ്സ് പിക്കിലോട്ട് കഴിക്കാൻ പൊള്ളിയാണെന്നാണ് ഞാൻ കേട്ടത്. ശരിക്കും ഞാൻ നമ്മുടെ കുഴിമന്തിയില്ല അതിൻ്റെ ഏതെങ്കിലും വകഭേദമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊരു ബീഫ് ദം ബിരിയാണി ആയിരിക്കുമെന്ന്. നല്ല മണമാണ് കേട്ടോ. കൈമ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നോർമലി ഒരു നല്ല ബിരിയാണി കിട്ടുന്ന കടയിൽ പോയിട്ട് നല്ല മന്തിയല്ല ബിരിയാണി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ കണക്കാണ് കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ, നല്ല നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ബീഫും ഒക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടത്തെ ആ ഡേറ്റ്സിൻ്റെ പിക്കിളും ആ സാലഡും പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കാൻ എന്ത് രസമായിരുന്നെന്നറിയോ. ശരിക്കും ഞാൻ എവിടെ പോയി ഇത് കഴിച്ചില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയാൽ കേട്ടോ. എനിക്ക് ബിരിയാണി പൊതുവെ ഇഷ്ടമുള്ള കൂട്ടത്താണ്, പ്രത്യേകിച്ച് ദം ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലതായിരുന്നു. പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് ഇപ്പോൾ കുറേ നാളായിട്ട് കുടിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് പൊതുവേ ഫ്രഷ് ജ്യൂസ് ഒന്നും ഇഷ്ടമല്ല, പിന്നെ കുടിക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കുഴിദം ബിരിയാണിക്ക് 250, പിന്നെ നമ്മുടെ അൽഫസ്ലൂഫ് അതിന് 190 റേറ്റ് വരുന്നത്. കുഴിദം ബിരിയാണി എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ആലപ്പുഴക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്പോട്ട് ഏതാണ്. കുബാബ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം ഇനിയും കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണ്.